നമസ്കാരം. ശുഭരാത്രിയിലേക്ക് സ്വാഗതം. ദൈവപുത്രന്റെ ഭൂമിയിലേക്കുള്ള വരവറിയിച്ച മാസമാണ് ഡിസംബർ. ഇതാ ഈ ഡിസംബർ മാസത്തിൽ സ്നേഹത്തിന്റെ നിറവാണ് എവിടെയും. ഈ സ്നേഹത്തിന്റെ നിറവിൽ നമ്മൾ ഈശ്വരനെ സ്തുതിക്കുന്നു, യേശുദേവനെ കാണാനായി കാത്തിരിക്കുന്നു. ഇതാ ഈ സമയത്ത് ഇന്ന് ശുഭരാത്രിയിൽ നമ്മളോടൊപ്പമുള്ളത് ഭക്തിഗാന രംഗത്ത്, അത് രചനയിലായാലും സംഗീതത്തിലായാലും അസാമാന്യമായ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയാണ്. ഈ പ്രതിഭ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും അത്ര കണ്ട് അറിഞ്ഞിരിക്കുമില്ല, എങ്കിലും അദ്ദേഹത്തെ നമ്മൾ അറിയേണ്ടതുണ്ട്. സാം കടമനിട്ട. നമസ്കാരം സാം. ഈ ഒരു സമയത്ത് ശുഭരാത്രിയിലേക്ക് കടന്നെത്തേണ്ട അതിഥി തന്നെയാണ് സാം, ശരിയല്ലേ? ആണ്. കാരണം സാമിനെ കുറിച്ച് കേട്ടപ്പോൾ, നിങ്ങൾ സാം ചെയ്തിട്ടുള്ള വർക്കുകളെ കുറിച്ച് അറിഞ്ഞപ്പോൾ വളരെ അനുയോജ്യമായ സമയത്ത് തന്നെയാണ് ശുഭരാത്രിയിലേക്ക് സാം വന്നിരിക്കുന്നത്. ക്രിസ്മസ് എല്ലായ്പ്പോഴും സന്തോഷം നൽകുന്ന സമയമാണ്. വളരെയധികം ക്രിസ്മസ് സീസൺ നമ്മളൊരു വർഷത്തിൽ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സമയമാണ് ക്രിസ്മസ്. പ്രത്യേകിച്ച് സംഗീതവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ക്രിസ്മസ് അവസാനിച്ചാൽ ഉടനെ അടുത്ത ക്രിസ്മസിന് വേണ്ടിയുള്ള ഗാനങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയായി. മനസ്സിലായില്ലേ? അപ്പൊ അത് ഇപ്പോഴത്തെ ക്രിസ്മസിന്റെ തയ്യാറെടുപ്പുകൾ ഓൾറെഡി അവസാനിച്ച് കഴിഞ്ഞു. ഗാനങ്ങൾ പൂർത്തിയായി. കരോൾ സർവീസസിനുള്ള പരിശീലനങ്ങളൊക്കെ ഏകദേശം തുടങ്ങി കഴിഞ്ഞു. അതെ. അപ്പം ഈ വർഷത്തേക്കുള്ള നമ്മുടെ ഹോംവർക്കുകളെല്ലാം തീർന്നു കഴിഞ്ഞു. ഇനിയിപ്പോ അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഈ കടമനിട്ട എന്നുള്ള സ്ഥലപ്പേര് സ്വന്തം പേരിന്റെ കൂടെ ചേർത്തിട്ടുള്ളവരൊക്കെ പ്രശസ്തിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതിപ്പോ നമുക്കറിയാം, കവിയായാലും അല്ലെങ്കിൽ പാട്ടുകാരായാലും അല്ലെങ്കിൽ പടയണി കലാകാരന്മാരായാലും ഒക്കെ കടമനിട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പിന്നീട് പ്രശസ്തിയിലേക്ക് വരുന്നതാണ് കണ്ടിരിക്കുന്നത്. അത് സാം അങ്ങനെ കടമനിട്ട എന്ന് ചേർത്തത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് മലയാളം പാഠഭാഗത്തിലൊരു കവിതയുണ്ടായിരുന്നു, കോഴി. അത് കടമനിട്ട രാമകൃഷ്ണന്റെ കവിതയാണ് കോഴി. അപ്പോൾ ഞാൻ പഠിക്കുന്ന പുസ്തകത്തിൽ എന്റെ സ്വന്തം സ്ഥലത്തിന്റെ പേര് പ്രിന്റ് ചെയ്ത് കണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അഭിമാനമായിരുന്നു. ആ സമയത്ത് തന്നെ ആ കവിയെ കാണണം എന്ന ആഗ്രഹം ധാരാളമായിട്ടുണ്ടായി. ആ ഒരു സമയത്ത് അവിടെയുള്ള ഒരു പബ്ലിക് മീറ്റിംഗിൽ, കവി പങ്കെടുക്കുന്നത് മീറ്റിംഗിൽ കവിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിന്ന് കവിയെ കണ്ടു. അങ്ങനെ ഈ ജന്മദേശത്തോടുള്ള ഒരു വല്ലാത്ത മനസ്സിലിങ്ങനെ വിചാരിച്ചു, എന്റെ പേരിന്റെ കൂടെയും ഇങ്ങനെ ഒരു കടമനിട്ട ഈ ദേശത്തിന്റെ പേര് ചേർക്കണം എന്നല്ലേ ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ എങ്ങനെയാണ് ഭക്തിഗാന രംഗത്തേക്ക് കടന്നു വരാൻ? അങ്ങനെ ഒരു ഭക്തിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീട്ടിലുണ്ടോ? തീർച്ചയായും. അതായത് ഞാനൊരു വളരെ ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ഒരു യാഥാസ്ഥിതിക ക്രൈസ്തവ കുടുംബത്തിലെ അംഗമാണ്. അപ്പം സ്വാഭാവികമായും ഒരു പൈതലിനെ ഭക്തിയിൽ വളർത്തുക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അങ്ങനെ സൺഡേ സ്കൂൾ, പള്ളി, ചർച്ച് സ്ക്വയർ, അങ്ങനെ സ്വാഭാവികമായും വന്നു. ഞാൻ ചെയ്തിട്ടുള്ള പല പാട്ടുകളും വെറുതെ എനിക്ക് ഞാൻ ചെയ്തതാണെന്ന് പറയാൻ ധൈര്യമില്ലാതെ മറ്റേ പലരുടെ ആണെന്ന് പറഞ്ഞ് ഞാൻ എന്റെ ചർച്ച് സ്ക്വയറിനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ അത് എന്റെ പാട്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് പാടാൻ അത്ര. ശരി, ഏതായാലും ഇന്നിപ്പോ ആ ഒരു ചർച്ച് സ്ക്വയറിൽ പേര് വെക്കാതെ പാടിപ്പിച്ച പാട്ടുകാരൻ ഇന്ന് ഇത്രയേറെ പാട്ടുകള് ജനങ്ങൾക്കായിട്ട് നമുക്കായിട്ട് തന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞാല് ഏത് പാട്ടായിരിക്കും പാടുക? സ്വാഭാവികമായും ഇപ്പോ ക്രിസ്മസിന്റെ പാട്ടുകൾ ഞാൻ പാടാം. എന്നാൽ പോലും ആദ്യം പാടാൻ പറയുമ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആദ്യം എനിക്ക് പാടാൻ ഇഷ്ടം ഉള്ള പാട്ട് കൈകൾ കൂപ്പി കണ്ണുകൾ പൂട്ടി എന്നൊരു പാട്ടാണ്. കാരണം ആ പാട്ട് എന്റെ സിസ്റ്ററിന്റെ കുഞ്ഞ് മോൻ അവനെ കയ്യിലെടുത്തോണ്ട് അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പാട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. തീർച്ചയായും. കണ്ണുകൾ കർത്താവേ നന്മകൾ നിറയാൻ ഞങ്ങൾ
ഇത് ആ വർഷത്തെ മാർത്തോമ സഭയുടെ VBS സോങ്ങായി പ്രാർത്ഥനാ ഗാനമായി വരികയും എനിക്ക് തോന്നുന്നു ഒട്ടുമുഖ സഭയിലെ മുഴുവൻ കുഞ്ഞുങ്ങളും ഒരു 8-10 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ ഒരു വർഷം ഏറ്റുപാടിയൊരു പാട്ട് ഇപ്പൊ ഒരുപാട് സ്കൂളുകളിൽ പ്രാർത്ഥനാ ഗാനമായിട്ട് ഈ പാട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൃപ. അത് വലിയൊരു കാര്യമാണ് അല്ലെ, ഈശ്വരാനുഗ്രഹം. സാം എന്ന് മുതലാണ് ഈ പാട്ട് എഴുത്തിലേക്കും പാട്ട് മ്യൂസിക്കിലേക്കും ഒക്കെ വന്നു തുടങ്ങിയത്? അങ്ങനെ ഓർക്കുന്നില്ല അങ്ങനെ ബോധപൂർവമായി ഇപ്പോഴാണ് ഞാൻ എന്നാൽ എന്റെ മനസ്സിൽ 5th സ്റ്റാൻഡേർഡിൽ അന്നത്തെ മലയാളം ടീച്ചർ, ഞാൻ പേര് ആ ടീച്ചർ ഒരു ഗസ്റ്റായിട്ട് വന്ന ടീച്ചറായിരുന്നു. ആ ടീച്ചറിന്റെ പേര് മറന്നുപോയെങ്കിലും ടീച്ചറിന്റെ മുഖം എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഒരു കവിത, നിങ്ങളൊരു കവിത എഴുതാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ഒരു ശ്രമം നടത്തിപ്പിച്ചു 5th സ്റ്റാൻഡേർഡിൽ. അന്ന് ഞാൻ ഏത് സ്കൂളാണത്? അത് കടമ്പനിട്ട MGLP സ്കൂൾ, പറയനോലിക്കൽ സ്കൂൾ എന്ന് ഞങ്ങൾ അവിടെ. ഇത് പ്രേക്ഷകർ കേൾക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ ഞങ്ങളോട് കവിത എഴുതാൻ ആവശ്യപ്പെട്ടു. അന്ന് ഞാൻ ഒരു പേപ്പറിനകത്ത് ഒരു കവിയുടെ ജാടയെല്ലാം മനസ്സിൽ നിറച്ചുകൊണ്ട് ഒരു കവിത എഴുതി. അല്ല, അത് ശരിക്കും കടമ്പനിട്ടയെ കുറിച്ചാണ് എഴുതിയത്. അതിന്റെ പേപ്പറോ അല്ലെ വരികളോ ഒന്നും എന്റെ ഇല്ല. അത് എന്റെ ഒരു വലിയ സങ്കടമാണ്. പിന്നെ അത് കഴിഞ്ഞ് വേദിയിൽ പ്രസന്റ് ചെയ്ത ആദ്യത്തെ പാട്ട് അതേ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിക്ക് ഒരു ഗാനം ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ഞങ്ങളുടെ വീടിന്റെ 2 ED എന്നല്ലേ ഇവിടെ പറയുന്നത്, ഈ 2 ഒരു പുരയുടെ അപ്പുറത്താണ് ED, കയ്യാലപ്പുറം. അപ്പൊ അതുകൊണ്ട് സ്കൂളുമായിട്ട് ഇപ്പോഴും നല്ല ടീച്ചർമാര് അവർ പെട്ടെന്ന് ഓടി വരും. ഇതൊരു ഗ്രാമീണ അന്തരീക്ഷം ചിന്തിക്കണം. ഇപ്പോഴത്തെ ഈ വലിയ ഹൈഫൈ CBSE സ്കൂളിന്റെ സംവിധാനമല്ല നമ്മുടെ ഒരു നാട്ടിൽ. സ്കൂളിന് വേണ്ടിയിട്ട് 2ാമത് മ്യൂസിക് ചെയ്തു. സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിക്ക് ചെയ്ത പാട്ട്. ഈ പാട്ട് എഴുത്തെന്ന് പറയുന്നത് സാം പറഞ്ഞ പോലെ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കവിതകൾ കുറിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ കുറിക്കും. പക്ഷെ മ്യൂസിക് ചെയ്യാന്ന് പറയണമെങ്കിൽ അതിന് നമുക്ക് സംഗീതം പഠിക്കണം അല്ലെ? അപ്പൊ സംഗീതം പഠിച്ചു തുടങ്ങുന്നത് എനിക്ക് 4th സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുമ്പോൾ എന്റെ മമ്മി ഒരു കുടുംബ സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ അങ്കിൾ ഗൾഫിൽ നിന്ന് വന്നൊരു ഒരു കീബോർഡ്, ചെറിയൊരു ടോയ് പിയാനോ കൊണ്ടുവന്നു. അപ്പൊ അത് കണ്ടുടനെ അത് വാങ്ങിക്കൊണ്ട് മമ്മി ഇങ്ങ് പോന്നു. എന്നിട്ട് അത് വെച്ചിട്ട് എന്നെ പിയാനോ പഠിക്കാനായിട്ട് 4th സ്റ്റാൻഡേർഡിന്റെ സമ്മർ വെക്കേഷനാണ് പിയാനോ പഠിക്കാൻ ചേരുന്നത്. ഈ സമയത്ത് തന്നെ എനിക്കൊരു പിയാനോ മാഷിനെയാണ് പരിചയപ്പെടാൻ ഇടയായി. മമ്മി പരിചയപ്പെട്ടു. അങ്ങനെ മാഷിന്റെ അടുത്ത് കൊണ്ടുപോയി. ജോയ് മാഷ് ഇപ്പം ദുബായ് സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്. ക്രിസ്മസിന് അവധിക്ക് വരും. ജോയ് മാഷിന്റെ അടുത്ത് ഒരു 4th സ്റ്റാൻഡേർഡുകാരൻ ഇങ്ങനെ മടിയിലിരുന്ന് കുറെ പ്രോഗ്രാംസിന് ഇങ്ങനെ കീബോർഡ് പ്ലേ ചെയ്തിട്ടുണ്ട്. അവിടുന്നാണ് കീബോർഡ് പഠനം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് വോക്കൽ തിരുവല്ലയിലുള്ള DSM&C എന്ന് പറയുന്ന സഭയുടെ സംഗീത വിഭാഗം ഉണ്ട്. അവിടെ വോക്കൽ പഠിക്കാൻ ചേർന്നു. സെനു തോമസ് എന്ന് പറയുന്ന മാഷാണ് വോക്കൽ പഠിപ്പിച്ച് ആദ്യം പഠിപ്പിച്ചത്. ഈസ്റ്റേൺ വോക്കൽ. ഞാൻ വോക്കൽ അത്രയും ആഴത്തിലോട്ട് പഠിച്ചു പോകാൻ പറ്റിയിട്ടില്ല. എന്നാൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ കൂടുതൽ അത് കഴിഞ്ഞ് അവിടെ തന്നെ മധു സാറിന്റെ കീഴിൽ തബല പഠിക്കാനായിട്ട്. തബല വായിക്കും. ഒരു റെക്കോർഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഗാനങ്ങളൊക്കെയോ പെർഫെക്റ്റ് ആയിട്ട് വായിക്കത്തില്ല. ബട്ട് നമ്മുടെ ഒരു തബല വായിക്കാനുള്ള ഇഷ്ടം കൊണ്ട് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് അത്യാവശ്യം ഈ ഉപകരണങ്ങളുടെ പ്രയോഗം അറിഞ്ഞിരിക്കണം. വയലിൻ അവിടെ തന്നെ ചേർന്ന് കുറച്ചാൾ പഠിച്ചു. തബല അവിടെ തന്നെ പഠിച്ചു. വീടിനടുത്ത് ഒരു ഭാഗവതനുണ്ട്. അദ്ദേഹം ഗാനഗന്ധർവൻ ദാസേട്ടന്റെ സമകാലീനാണ്. അദ്ദേഹത്തോടൊപ്പം സ്വാതിരുന്നാളിൽ സംഗീതം പഠിച്ച ആളാണ്. ഒരു മഹാനായ മനുഷ്യനാണ്. കടമ്പനിട്ട ഭാഗവതർ എന്നാണ് അവിടെ പറയുന്നത്. മാഷിന്റെ അടുത്ത് ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ എടുത്താൽ അവിടുത്തെ ഏറ്റവും ജ്ഞാനമുള്ള ഒരു വലിയ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകൾ വന്ന് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പഠിച്ച് പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ വീട്ടിലെത്തുമ്പോൾ 1 മണിക്കൂറെങ്കിലും കണ്ടെത്തി അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരിക്കുകയും കുറച്ച് പാടുകയൊക്കെ ചെയ്യും. പിന്നീട് പൂർണ്ണമായിട്ട് മ്യൂസിക്കിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
കാരണം സാധാരണ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു, കോളേജിൽ പഠിച്ചു, അതൊക്കെ ഞാൻ ചോദിച്ചില്ല കേട്ടോ. കോളേജിൽ എന്താ പഠിച്ചത്? കോളേജില് ഞാൻ ഫസ്റ്റ് ചോയ്സ് തേർഡ് ഗ്രൂപ്പ് എഴുതി കൊടുത്തയാളാണ്. സാധാരണ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പോ സെക്കൻഡ് ഗ്രൂപ്പോ കിട്ടാത്തവരാണല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ ഫസ്റ്റ് തേർഡ് ഗ്രൂപ്പ് എഴുതി കൊടുത്ത ആളാണ്. താങ്ക് യു. പറയൂ. എന്നിട്ട് അപ്പൊ ഞാൻ തേർഡ് ഗ്രൂപ്പാണ്, പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പ്, കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്. അതിനു മുമ്പ് എന്റെ സ്കൂളുകൾ പറയണം. ഞാൻ മൗണ്ട് സിയോൺ റെസിഡൻഷ്യൽ സ്കൂളിലാണ് എന്റെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് MGLP സ്കൂളിൽ 5th സ്റ്റാൻഡേർഡ് വരെ. അത് കഴിഞ്ഞ് പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10th വരെ. അത് കഴിഞ്ഞ് കോളേജില്. ഇതൊക്കെ പറയുന്നത് ഇതിപ്പോ ഫസ്റ്റ് ഇന്റർവ്യൂ ആയതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരില് സാമിന്റെ ടീച്ചേഴ്സോ സഹപാഠികളോ കൂട്ടുകാരൊക്കെ ഉണ്ടാവും, അവരൊന്ന് കേട്ടോട്ടെ അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച മറന്നു വിചാരിക്കരുത് അവരെ. സ്കൂളിന്റെ മുമ്പിൽ കൂടെ മൂവ് ചെയ്തപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച സ്കൂളിന്റെ കോമ്പൗണ്ട് ക്യാമ്പസിൽ കയറി വെറുതെ ഒന്ന് സ്കൂളിൽ ഇങ്ങനെ ഒരു പാൻ ഷോട്ട് ഇങ്ങനെ കണ്ടുപോയി സ്കൂളിന്റെ. ശരി. അപ്പം ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ സാം സാർ എന്നെ പരിചയമുള്ള സാർ ഓടി വന്നിട്ട് സാം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി എല്ലാ സാറുമാർക്കും ടീച്ചേഴ്സിനും പരിചയപ്പെടുത്തുകയും അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനൊക്കെ എന്നെ സാറിന്റെ റൂമിൽ കൊണ്ടുപോയി എനിക്കൊരു മുട്ടായി തരുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ വീണ്ടും ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പിന്നീട് എന്താണ് കോളേജിൽ പഠിച്ചത്? തേർഡ് ഗ്രൂപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. കോളേജിലെ ആർട്സ് കാര്യങ്ങൾക്ക് കോളേജിൽ പോകുന്നത് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി അല്ലല്ലോ. കോളേജിൽ പോകുന്നത് പഠിക്കാനല്ല അല്ലെ, പഠിക്കാൻ കൂടിയാണ്. എന്നാൽ കുറച്ച് നമ്മൾ തുറന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ചേച്ചി നമ്മൾ ഏകദേശം ഒരു കുറച്ച് സീനിയർ ആകുന്നേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ സീനിയേഴ്സിനോട് സംസാരിക്കുമ്പോൾ കോളേജിൽ പോകുമ്പോൾ പഠിക്കാനല്ലെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മളെ ചീത്ത വിളിക്കും. കോളേജിൽ പോകുമ്പോൾ പഠനമാണ് നമ്മളുടെ പ്രധാന